രാധേ രാധേ. ഒരിക്കൽ നമ്മുടെ നാരദ മഹർഷിയെ വിഷ്ണു ഭഗവാൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് വിഷ്ണു ഭഗവാൻ നാരദ മഹർഷിയോട് ചോദിച്ചു, അല്ലയോ നാരദരെ, പഞ്ചഭൂതങ്ങളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നാരദർക്ക് പറയാമോ? അപ്പം നാരദർ പറഞ്ഞു, പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഭൂമിയാണ്. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നാരദരെ. ഭൂമിയുടെ 4/3 ഭാഗവും ജലത്താൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയാണോ വലുത്, ജലമാണോ ഏറ്റവും വലുത്? അപ്പൊ നാരദർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജലം തന്നെയാണ് വലുത്. അപ്പൊ വിഷ്ണു ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നാരദരെ, അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നാരദർ ചോദിച്ചു, അതെന്താണ് സ്വാമി? പക്ഷെ നമ്മുടെ അഗസ്ത്യമുനി ഇല്ലേ, അഗസ്ത്യമുനി ഈ സമുദ്രത്തെ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളഞ്ഞല്ലോ. അപ്പോൾ അഗസ്ത്യമുനിയാണോ വലുത്, ജലമാണോ വലുത്? അപ്പൊ നാരദര് സമ്മതിച്ചു. നാരദര് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ് പ്രഭോ. അങ്ങനെയെങ്കിൽ അഗസ്ത്യമുനി തന്നെയാണ് വലുത്. അപ്പൊ ഉടനെ വിഷ്ണു ഭഗവാൻ വീണ്ടും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അപ്പോഴും ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നല്ലോ. അപ്പൊ നാരദര് പറഞ്ഞു, ഇനിയും പ്രശ്നമോ? അതെ, ഈ അഗസ്ത്യൻ ആകാശത്തിലെ ചെറിയ ഒരു നക്ഷത്രം മാത്രമാണ് നാരദരെ. അങ്ങനെയാണെങ്കിൽ ഈ അഗസ്ത്യൻ എന്ന നക്ഷത്രമാണോ, അതായത് അഗസ്ത്യനാണോ വലുത്, ആകാശമാണോ വലുത്? കാരണം ആകാശത്തിലെ ഒരു നക്ഷത്രം മാത്രമാണ് സമുദ്രം പോലും കുടിച്ചു വറ്റിച്ച സാക്ഷാൽ അഗസ്ത്യമുനി. അപ്പൊ പിന്നെ ഇതിനകത്ത് ഏതാണ് വലുത്? അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആകാശം തന്നെയാണ് വലുത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ, ആകാശം തന്നെയാണ് തീർച്ചയായിട്ടും വലുത്. പക്ഷേ നാരദരെ, വാമന അവതാര കാലത്തിൽ ബലിയോട് ഒരു 3 അടി ഞാൻ ആവശ്യപ്പെട്ടത് ഓർമ്മയുണ്ടോ നാരദേ? ആ 3 അടി അളന്നെടുക്കാനായിട്ട് ഞാൻ എൻ്റെ പാദം കൊണ്ട് ആദ്യത്തെ ആ അടി അളന്നു. ആദ്യത്തെ അടി കൊണ്ട് ഞാൻ ഭൂമിയെ അളന്നു. 2ാമത്തെ അടി കൊണ്ട് ഇപ്പം നാരദര് വലുതെന്ന് പറഞ്ഞ ആകാശത്തെയും അളന്നു. 3ാമത്തെ അടിക്ക് സ്ഥലമില്ലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അഗസ്ത്യമുനിക്ക് തൻ്റെ മഹാബലിക്ക്, ബലിചക്രവർത്തിക്ക് തൻ്റെ ശിരസ് കാട്ടി കൊടുക്കേണ്ടി വന്നല്ലോ. അപ്പൊ ഇനി പറയൂ, ആരാണ് വലുത്? ഭഗവാനാണോ വലുത്, അതോ ആകാശമാണോ വലുത്? നാരദരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, സ്വാമി, ഭഗവാന്റെ കേവലം ഒരു പാദം, ആ പാദം കൊണ്ട് തന്നെ മുഴുവൻ ആകാശത്തെയും അളന്നപ്പോൾ അവിടുത്തെ പൂർണ്ണ സ്വരൂപം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഭഗവാനെ, ഈശ്വരൻ തന്നെയാണ് മഹാൻ. അപ്പൊ ഭഗവാൻ വീണ്ടും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല നാരദരെ, ഇനിയും ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നാരദൻ പറഞ്ഞു, ഇനിയും പ്രശ്നമോ? അതെ, ഈ സമസ്ത പ്രപഞ്ചവും നിറഞ്ഞിരിക്കുകയാണ് ഈശ്വരൻ. ആ ഭഗവാൻ ഭക്തന്റെ ഹൃദയത്തിലാണല്ലോ വസിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള വലിപ്പം ഭക്തന്റെ ഹൃദയത്തിനുണ്ടല്ലോ. അപ്പൊ ഇനി പറയൂ നാരദരെ, ഭക്തന്റെ ഹൃദയമോ അതോ ഭഗവാനാണോ വലുത്? നാരദൻ സമ്മതിച്ചു, തീർച്ചയായിട്ടും ഭക്തൻ തന്നെയാണ് വലുത്. ഭഗവാനേക്കാൾ വലുത് ഭക്തനാണ്. അപ്പോൾ പറഞ്ഞു, നോക്കൂ നാരദരെ, ഞാൻ ഭക്തന്റെ ദാസനാണ്. ഈ ലോകത്ത് ഭക്തനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരുമില്ല. ഭക്തി കൊണ്ട് മാത്രമേ എൻ്റെ ഹൃദയത്തെ അറിയിക്കാൻ കഴിയൂ. അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രേമം വളർത്തൂ. നാരദരെ, അതൊരിക്കലും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ളതല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ രാധേ ചാനലിലെ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഭഗവാൻ പറയുകയാണ്,
ഈ പ്രേമം മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ളതല്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതല്ല, സുഹൃത്തുക്കൾ തമ്മിലുള്ളതല്ല, ബന്ധുക്കൾ തമ്മിലുള്ളതല്ല. അതൊക്കെ ലൗകിക സ്നേഹമാണ്. ലൗകിക സ്നേഹങ്ങളെല്ലാം സ്വാർത്ഥമാണ്, മലിനമാണ്. ഈശ്വര പ്രേമം സ്വാർത്ഥരഹിതമാണ്, ദിവ്യമാണ്. അപ്പൊ നാരദര് പറഞ്ഞു, അല്ല ഭഗവാനെ, അതെങ്ങനെ സാധ്യമാകും? ഭൂമിയില് ആ ഭാര്യ ഭർത്താവ് മക്കൾ ഈ ബന്ധമുണ്ടല്ലോ, ഈ ബന്ധം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ എങ്ങനെയാണ് അവരെയും വിട്ടിട്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്നത്? ഭഗവാൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നാരദരെ, ഭൂമിയിൽ മക്കളുണ്ടാകും, പിന്നെ ഭർത്താവ്, ഭാര്യ, സുഹൃത്തുക്കളിലെല്ലാം ഉണ്ടാകും. പക്ഷേ എത്ര നാളത്തേക്ക് നാരദരെ, എത്ര നാളത്തേക്ക്? ഈ സത്യം മനസ്സിലാക്കണം. എന്ന് മാത്രവുമല്ല, എന്റെ മക്കളെ എന്ന് പറയുന്നവർ കഴിഞ്ഞ ജന്മത്ത് മറ്റാരെയോ മക്കളെ എന്ന് വിളിച്ചു, ഇനി വരാൻ പോകുന്നവരെയും മക്കളെ എന്ന് വിളിക്കുന്നു, ഭർത്താവെ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കി ഇവരെയൊക്കെ പരിപാലിക്കണം. പക്ഷെ ഒട്ടാൻ പാടില്ല. മക്കളോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഒന്നും ഒട്ടാൻ പാടില്ല. ഇതൊക്കെ ഏറിയാൽ ഒരു 20 വർഷം അല്ലെങ്കിൽ 30 വർഷം, അത് കഴിഞ്ഞ് ഇവരെയൊക്കെ വിട്ടുപോകേണ്ടി വരും എന്ന് മനസ്സിലാക്കി ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോടോ ആരോടും ഒട്ടാതെ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് ആ സമയത്തും എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് എന്നെ ഹൃദയത്തിൽ ആരാണോ വഹിക്കുന്നത് അവര് മാത്രമേ ഭക്തൻ എന്ന പേരിന് അല്ലെങ്കിൽ ഭക്ത എന്ന പേരിന് അർഹമാകത്തുള്ളൂ. ആ ഭക്തി അവരെ പവിത്രീകരിക്കും. ഇനി നിങ്ങളിൽ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും ഭഗവാൻ വിഷ്ണു, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഈ ഭക്തന്റെ ലക്ഷണം നിങ്ങൾക്കുണ്ടെന്ന്? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരും അങ്ങനാണെങ്കിൽ ഭക്തരല്ല. നിങ്ങളെല്ലാം മക്കളോടും ഒട്ടി ഭർത്താവിനോടും ഒട്ടിയിട്ട് മിച്ചം വരുന്ന സമയത്ത് ഭഗവാന്റെ പ്രേമവും പറഞ്ഞ് അമ്പലത്തിലും പോയി, വല്ലപ്പോഴും എന്ന അമ്പലത്തിലും പോയി ഇടയ്ക്കിടയ്ക്കൊക്കെ സന്ധ്യയ്ക്കും ഇതിലും മാത്രം നാമവും ചൊല്ലിയിട്ട് പിന്നെ 10 പേരോട് തർക്കിക്കുകയും ചെയ്യും ഭഗവാന് വേണ്ടി. എന്നിട്ട് ഞാൻ ഭഗവാന്റെ ഭക്തനാണെന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ നിർവചനം അനുസരിച്ച് നിങ്ങളിൽ എത്ര പേര് ഭക്തരുണ്ട്? അങ്ങനെ ആരെങ്കിലും ഭക്തരുണ്ടെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.